CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. നമസ്കാരം, CTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ മനു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഭാരത് നിർമ്മാൺ പൊതുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി പിറവത്ത് മെഡിക്കൽ ക്യാമ്പ്. വിളക്കിത്തല നായർ വനിതാ ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ 13-ാം തീയതി കടുത്തുരുത്തിയിൽ നടക്കും. കേരളത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏക സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് വൈക്കം MLA K. അജിത്ത്. വൈക്കം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ഗംഭീര തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്രാവിഷ്കൃത വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ഭാരത് നിർമ്മാൺ പൊതുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി പിറവം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു K. ജേക്കബ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MI ജുനൈദ് റഹ്മാൻ, ആരോഗ്യ കേരളം എറണാകുളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KV ബീന എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. പിറവം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു ബാബു, മെമ്പർമാരായ ജമർ മാത്യു, PK പ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വിവരാവകാശ നിയമം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തുടർന്ന് ആകാശവാണിയുടെ ആഭിമുഖ്യത്തിൽ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. വളരെ മനോഹരമായ കൾച്ചറൽ പ്രോഗ്രാം നമ്മുടെ നമുക്കത് ആസ്വദിക്കാൻ കഴിയില്ല. നമ്മുടെ ആളുകൾ പങ്കെടുക്കുന്നില്ല. 4 ആയപ്പോൾ 7 മണി വിളിച്ചു. നമ്മളിത് കൊണ്ടുവന്നതിനാണ് നിങ്ങൾക്ക് ആസ്വദിക്കാനാണ്, നമുക്ക് ആസ്വദിക്കാനാണ്. അത് പ്രയോജനപ്പെടുത്തണം. ഇന്ന് ആകാശവാണിയുടെ പരിപാടി ഇതുപോലെ തന്നെ 4 മണി കഴിഞ്ഞോ കൾച്ചറൽ പ്രോഗ്രാമുണ്ട്. ഇതൊക്കെ ആസ്വദിക്കണം. ഏതായാലും പഞ്ചായത്ത് വളരെ 3 ദിവസം പരിപാടി നടത്തുന്നത് അതൊക്കെ കാണാനും ആസ്വദിക്കാനും ഒരു മനസ്സുകൂടി നിങ്ങൾക്കുണ്ടാകണം. ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വിളക്കിത്തല നായർ വനിതാ ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ ഈ മാസം 13-ാം തീയതി നടത്തുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 13-ാം തീയതി രാവിലെ 9:30 കുറുപ്പന്തറ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ അങ്കണത്തിൽ വിളക്കിത്തല നായർ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR സുരേന്ദ്രൻ പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടി ആരംഭിക്കും. കേരളത്തിൻ്റെ ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ KC ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ വനിതാ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KS വത്സ അധ്യക്ഷയായിരിക്കും. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ത്രേസ്യാമ്മ ജോസഫ് എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും. സമാജം രക്ഷാധികാരി G. കുട്ടപ്പൻ മുഖ്യ പ്രഭാഷണവും പ്രസിഡന്റ് KR സുരേന്ദ്രൻ പാരിതോഷിക വിതരണവും നടത്തുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വം ബോർഡിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും പിന്നോക്കം നിൽക്കുന്ന സമുദായ അംഗങ്ങളെ പരിഗണിക്കുകയും ചെയ്യുക, സിവിൽ സർവീസ് പോലുള്ള ഉന്നത വിദ്യാഭ്യാസ പരിശീലന പദ്ധതികളിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ പിന്നോക്കം നിൽക്കുന്ന സമുദായ അംഗങ്ങൾക്കും കൂടി ലഭ്യമാക്കുന്ന തരത്തിൽ 20% സീറ്റുകൾ സംവരണം ചെയ്യുക, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വിളക്കിത്തല നായർ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലെ സമുദായങ്ങളിലെ വനിതകൾക്ക് പലിശരഹിത വായ്പകൾ സ്വന്തം ജാമ്യത്തിൽ സബ്സിഡിയോടുകൂടി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ ഉന്നയിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ സംഘാടകർ പറഞ്ഞു. വിളക്കിത്തല നായർ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറി N. മോഹനൻ, വനിതാ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KS വത്സ, സെക്രട്ടറി ഗീത ഗോപി,
KS രമേഷ് ബാബു, K നാണപ്പൻ, PK രാധാകൃഷ്ണൻ, മിനി അജിത്, പൊന്നമ്മ ഗോപിനാഥ്, ആനന്ദവല്ലി നാണപ്പൻ, VK പരമേശ്വരൻ, KG സജീവ്, KS ബാബു, മിനി വിജയൻ, S ശ്യാംകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വിളക്കത്തിലെ നായർ സമാജം വനിതാ ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ 2012 നവംബർ 13 രാവിലെ 10:30 മണിക്ക് കുറുപ്പന്തറ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് ചേരുന്നതാണ്. സമ്മേളനം വിളക്കത്തിലെ നായർ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR സുരേന്ദ്രൻ പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കും. സമ്മേളനത്തിന് ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ KC ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നതാണ്. പ്രസ്തുത യോഗത്തിൽ വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി KS വത്സ അധ്യക്ഷത വഹിക്കും. മുഖ്യാതിഥിയായി ശ്രീ മോൻസ് ജോസഫ് MLA, ശ്രീമതി ത്രേസ്യാമ്മ ജോസഫ്, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാഞ്ഞൂർ എന്നിവർ പ്രസംഗിക്കുന്നതും കൂടാതെ മുഖ്യ പ്രഭാഷണം വിളക്കത്തിലെ നായർ സമാജം സംസ്ഥാന രക്ഷാധികാരി ശ്രീ ജു കുട്ടപ്പൻ നിർവഹിക്കുന്നതുമാണ്. കേരളത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏക സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി ഇന്ന് നിലകൊള്ളുന്നത് കുടുംബശ്രീ പ്രസ്ഥാനമെന്ന് വൈക്കം MLA K അജിത്ത്. 15 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് ഗ്രാമീണ മേഖലയുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെമ്പ് ഗ്രാമപഞ്ചായത്ത് 4-7 വാർഡുകളിലെ കുടുംബശ്രീ കണക്കെടുപ്പ് ക്ലസ്റ്റർ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SD സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AK സദാനന്ദൻ, TM വിജയൻ, ഓമന പാലകുളം, KP മോളി തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായും കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് രാജ്യത്ത് വലിയ മാതൃകയാണ്. കേരളത്തിൽ വിശേഷിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏക സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി ഇന്ന് കുടുംബശ്രീ പ്രസ്ഥാനമായിരുന്നു. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബശ്രീ പ്രസ്ഥാനം ഇപ്പോൾ ഒരു മത്സര ബുദ്ധിയാണ് കടന്നു പോയത്. നമുക്കറിയാം NRG പ്രവർത്തകരുമായിട്ട് ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളുമായി നിങ്ങൾ മത്സര ബുദ്ധിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 പ്രസ്ഥാനങ്ങളും കേരളത്തിൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 സ്ത്രീ പ്രസ്ഥാനങ്ങളുടെ ശക്തി ആർജിക്കുന്ന മേഖലയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിൽ തുടങ്ങിയ ഈ 15 വർഷക്കാലത്തോളം നിന്ന ഈ വലിയ പ്രസ്ഥാനം അതിൻ്റേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. സൗത്ത് ഇന്ത്യൻ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2012 നവംബർ 24-25 തീയതികളിൽ കടുത്തുരുത്തിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സെൻറ്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂളും ജാപ്പാനീസ് കരാത്തെ അക്കാദമി ആൻഡ് യോഗ സെൻറ്റർ വയലായും ചേർന്ന് നടത്തുന്ന സൗത്ത് ഇന്ത്യൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ 24-25 തീയതികളിലായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നായി 1000-ഓളം പേർ പങ്കെടുക്കുന്ന ഈ ടൂർണമെൻറ്റ് വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണെന്ന് സംഘാടകർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കും പുരുഷന്മാർക്കും വനിതകൾക്കും വേർതിരിച്ചാണ് മത്സരങ്ങൾ നടത്തുക. ബിലോ ബ്രൗൺ ബെൽറ്റ്, ബ്ലാക്ക് ബെൽറ്റ് എന്നീ വിഭാഗങ്ങളിലായി 98 കാറ്റഗറികളിലായി മത്സരങ്ങൾ നടക്കുക. കഥ മത്സരങ്ങൾ പ്രായാടിസ്ഥാനത്തിലും കുമിത്തെ മത്സരങ്ങൾ പ്രായാടിസ്ഥാനത്തിൽ ഭാരക്രമത്തിലുമാണ് നടക്കുക. മാസ്റ്റേഴ്സിൻ്റെ കഥ മത്സരങ്ങളും സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തരായ കരാത്തെ വിദഗ്ധർ നേതൃത്വം കൊടുക്കുന്ന പ്രദർശനങ്ങളും ഈ ടൂർണമെൻറ്റിൻ്റെ പ്രത്യേക ആകർഷണങ്ങളാണ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം താമസ സൗകര്യങ്ങളും ടൂർണമെൻറ്റ് ദിവസങ്ങളിൽ ഗതാഗത സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ KA ഫ്രാൻസിസ്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബേബി പന്നൂറയിൽ, വൈസ് പ്രിൻസിപ്പൽ സെൻസായി വിനോദ് മാത്യു വയലായ എന്നിവർ പങ്കെടുത്തു. കരാട്ടെ അക്കാദമി ആൻഡ് യോഗ സെൻറ്റർ വയലായം ചേർന്ന് നടത്തുന്ന സൗത്ത് ഇന്ത്യൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ 24-25 ദിവസങ്ങളിലായി SKPS സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുകയാണ്. സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ദിനങ്ങളാണിത്. എപ്പോഴും കലാസാഹിത്യ മേഖലകളെ മറ്റുള്ളവരോട് തുറന്നു കാണിക്കുവാനും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാനുമായിട്ട് സ്കൂൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കരാട്ട സ്കൂളിൻ്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൂർണമെൻറ്റ് ഒത്തിരിയേറെ സവിശേഷതകളുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നായി 1000-ഓളം പേര് പങ്കെടുക്കുന്ന ഈ ടൂർണമെൻറ്റ് ഒത്തിരിയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ്. വിദ്യാർത്ഥികൾക്കും പുരുഷന്മാർക്കും വനിതകൾക്കും വേർതിരിച്ചാണ് മത്സരങ്ങൾ നടത്തുക. ബിലോ ബ്രൗൺ ബെൽറ്റ്, ബ്ലാക്ക് ബെൽറ്റ് വിഭാഗങ്ങളായി 98 കാറ്റഗറികളായിട്ടാണ് നമ്മൾ മത്സരങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പയർ, ചോളം എന്നിവയുടെ വിത്തുനടീൽ K അജിത്ത് MLA നിർവഹിച്ചു. ചെമ്പ് ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകരാണ് പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ തരിച്ചുകിടന്ന പ്രദേശത്ത് പയറും ചോളവും വിതച്ചത്. മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേരുന്നതായി MLA അറിയിച്ചു. ചെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SD സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഗിണി ഗോപി, TM വിജയൻ, AK സദാനന്ദൻ, ഓമന പാലക്കുളം എന്നിവർ സന്നിഹിതരായിരുന്നു.
കൃഷി വ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ സഹായത്തോടുകൂടി ഇന്ന് കൃഷിഭവനിൽ കൃഷി വസ്തുക്കൾ നടീൽ വസ്തുക്കൾ നടുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. വിവിധ കാർഷിക മേഖലകളിലെ വിവിധ ഉൽപ്പാദന മേഖല വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രക്രിയയിൽ ചെമ്പ് ഗ്രാമപഞ്ചായത്ത് നിർണായകമായ മേൽക്കൈ നേടിയിരിക്കുകയാണ്. ബഹുമാനിയായ കൃഷി ഓഫീസറും ചെമ്പ് പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ഈ ടീം വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിനെല്ലാതെ ഭാവങ്ങളും നേടുകയാണ്. വൈക്കം ഉപജില്ല സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ഗംഭീര തുടക്കം. വൈക്കം ഉപജില്ല സ്കൂൾ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള ബ്രഹ്മമംഗലം VHSSൽ നടന്നു. വൈക്കം AEO PK ശശി പതാക ഉയർത്തിയ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ CK ഗീതാകുമാരി സ്വാഗതം ആശംസിച്ചു. ചെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SD സുരേഷ് ബാബു അധ്യക്ഷം വഹിച്ച ചടങ്ങ് വൈക്കം MLA K അജിത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്കൂളിന് ഒരു പ്രത്യേക അഭിമാനവും തേജസ്സും ഒക്കെ പകർന്നുകൊണ്ടാണ് ഈ സ്കൂള് ഈ വർഷത്തെ ശാസ്ത്രവിദ്യാർത്ഥികൾ ഈ പ്രവൃത്തി പരിചയമേളയും ശാസ്ത്രമേളയും കാണുവാൻ എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ശാസ്ത്രം മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കുന്നതിന് പുരോഗതിക്കുമുള്ളതാണ് എന്നത് തർക്കമില്ലാതെ നമ്മൾ അംഗീകരിക്കുന്നതാണ്. പക്ഷേ മനുഷ്യൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ആഘാതമുണ്ടാക്കുന്നതിനുള്ള ശാസ്ത്ര പുരോഗതി നമുക്ക് വേണോ എന്നത് പുനഃപരിശോധിക്കേണ്ട വിഷയമാണ്. ഏറ്റവും അടുത്ത കാലങ്ങളിൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന പ്രശ്നമാണ് കൂടംകുളം ആണവ വൈദ്യുത നിലയം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM വിജയൻ, വാർഡ് മെമ്പർ ശ്രീമതി രാഗിണി ഗോപി, സ്കൂൾ മാനേജർ CT മാത്യു എന്നിവർ ആശംസയും വൈക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PK ശശി കൃതജ്ഞതയും അർപ്പിച്ചു. PTA പ്രസിഡന്റ് സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PS പുഷ്പമണി, V സുകുമാരൻ തുടങ്ങിയവരും വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാരത് നിർമ്മാൺ പൊതുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി പിറവത്ത് മെഡിക്കൽ ക്യാമ്പ്. വിളക്കുതല നായർ വനിതാ ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ 13-ാം തീയതി കടുത്തുരുത്തിയിൽ നടക്കും. കേരളത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏക സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് വൈക്കം MLA K അജിത്ത്. വൈക്കം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ഗംഭീര തുടക്കം. ഇന്നത്തെ CTV വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം. CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം.